തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയം സത്യത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം, സർ. തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? വിജയ് പുതിയ MGR ആകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഇല്ല, ഈ ദ്രാവിഡ രാഷ്ട്രീയം അവസാനിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല കുട്ടി. കാരണം ഈ DMKക്കും AIADMKക്കും നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. അവർക്ക് നല്ല റൂട്ട്സ് ഉണ്ട് തമിഴ്നാട്ടില്. അപ്പൊ അവരെ അങ്ങനെ മൊത്തം നശിപ്പിക്കാനോ എഴുതി തള്ളാനോ കഴിയില്ല. അവർക്ക് ഒരു ടെമ്പററി താൽക്കാലിക സെറ്റ് ബാക്ക് നേരിട്ടു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് സത്യമാണ്. അപ്പോ അതുകൊണ്ട് മാത്രം അവര് എഴുതി തള്ളരുത്. അവര് അവിടെ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കും. അവര് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരു കക്ഷിക്ക് കുറച്ച് കൂടുതൽ സീറ്റ് കിട്ടും, മറ്റു കക്ഷികൾക്ക് കുറഞ്ഞു പോകും. ഇതൊരു സ്വാഭാവിക നിയമമാണല്ലോ അത്. അപ്പോ ഇപ്പം അതുകൊണ്ട് മാത്രം ദ്രാവിഡ മുന്നേറ്റ കഴകോ അല്ലെങ്കിൽ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകോ നശിച്ചുപോയി അല്ലെങ്കിൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് അന്യമായി എന്നൊന്നും പറയാൻ പറ്റൂല. അവരവിടെ അങ്ങനെയാണെങ്കിൽ DMKക്കോ AIADMKക്കോ മാത്രം വോട്ട് ചെയ്ത് ശീലിച്ചവരാണ് ഈ തമിഴ്നാട്ടുകാര്. അവരാണ് മാറിയിട്ട് വിജയ്ക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു പുതിയ പാർട്ടിയാണ്. ആ പാർട്ടി ആവിർഭാവം ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. വലിയ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ള പാർട്ടിയൊന്നുമല്ല. പക്ഷെ ഒരുപാട് അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വിജയുമായി ബന്ധപ്പെട്ട് വരികയും ഒക്കെ ചെയ്തു. എന്നിരുന്നിട്ട് പോലും തമിഴ്നാട് ഒന്നടങ്കം വോട്ട് ചെയ്തത് ഈ വിജയുടെ TVKക്കാണല്ലോ. ഒന്നടങ്കം പറയാൻ പറ്റില്ലല്ലോ. DMKക്കും AIADMKക്കും ഏതാണ്ട് 100-120ഓളം MLA അവരുടെ കയ്യിലില്ലേ? രണ്ടുപേരുടെ കയ്യിലും DMKക്കും AIADMKക്കും. അപ്പൊ അവരിപ്പോഴും സ്ട്രോങ് ആണെന്നല്ലേ കാണിക്കുന്നത്. അവരിപ്പോഴും ശക്തി ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്നല്ലേ കാണിക്കുന്നത്. ഇത് ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രജിത. അതായത് AIADMKയുടെ മുന്നണിയിൽ ഒരു കൊഹഷൻ ഉണ്ടായിരുന്നില്ല, ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. DMKയുടെ മുന്നണിയിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാര്യം കോൺഗ്രസ് DMKയുടെ ആട്ടും തുപ്പും ഏറ്റിട്ടാണ് കഴിയണം. അവർ 45 സീറ്റ് ചോദിച്ചു, എന്നിട്ട് വേണം 28 സീറ്റ് കൊടുത്തിട്ട് പറഞ്ഞു ഇത്രേ ഉള്ളൂ, വേണമെങ്കിൽ എടുത്തോണ്ട് പോക്കെ എല്ലാവരും ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ മത്സരിച്ചു. അവർ മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ 5 സീറ്റല്ലേ കിട്ടിയത് കോൺഗ്രസിന്. 28 സീറ്റും മത്സരിച്ചിട്ട് 5 സീറ്റാണ് കിട്ടി. അപ്പൊ കോൺഗ്രസിനോട് എന്ത് സപ്പോർട്ട് ഉണ്ട്? ഇവരെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചിരുന്നു, അവർക്ക് 108 സീറ്റ് കിട്ടി. അപ്പം AIADMK മുന്നണിയില് പലയിടത്തും ഈ BJPയുടെ ആൾക്കാർക്കൊന്നും എന്താ പറയുക വേണ്ട രീതിയിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ ആഭ്യന്തര പ്രശ്നമുണ്ട് തമിഴ്നാട്ടില്. അണ്ണാമലൈനെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വളരെ തെറ്റായ നടപടിയായിപ്പോയി. അതിന് പകരം കൊണ്ടുവന്ന് നായനാർ നാഗേന്ദ്രൻ, അയാളൊരു പഴയ AIADMKക്കാരനാണ്. അയാൾക്ക് യാതൊരു കഴിവുമില്ല. അയാളുടെ ഇൻഎഫിഷ്യൻസി ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നു. വിജയ് നടിക്കുന്നത് മുഴുവനും MGR ആകാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ്. അതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നടപ്പിലാകുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അങ്ങനെയെങ്കിൽ എത്രയോ കാലം പിന്നീട് തമിഴ്നാടിനെയൊക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ നായകനാണ് MGR. പ്രജിത, ഒരു കാര്യം മനസ്സിലാക്കണം. MGR എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ ഗ്രൗണ്ട് ലെവല്, ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടിയല്ല വന്ന് പാർട്ടിയിലെ എന്താ പറയുക താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരുമായിട്ടായിരുന്നു അദ്ദേഹം നിത്യമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നത്. അതേസമയം അദ്ദേഹം ഒരു ഹിന്ദു മതത്തിന്റെയോ ക്രിസ്തു മതത്തിന്റെയോ മുസ്ലിം മതത്തിന്റെയോ പ്രതിനിധിയായിട്ടല്ല തമിഴ്നാട്ടിൽ ഉദയം ചെയ്തത്. അദ്ദേഹം തമിഴ്നാട്ടിൽ വന്നത് തമിഴ് മക്കൾ തിലകം എന്ന് പറഞ്ഞ പേരിലാണ്. അതായത് മക്കൾ തിലകം എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഓഫ് ദ പീപ്പിൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലായിരുന്നു പറയുക. ജനങ്ങളുടെ തൊടുകൂടി. അത്രമാത്രം ആവേശം അദ്ദേഹം ജനങ്ങളിൽ സൃഷ്ടിച്ചിരുന്നു. അത്രമാത്രം സപ്പോർട്ട് അദ്ദേഹത്തിന് ജനങ്ങളിലുണ്ടായിരുന്നു. MGRന്റെ സ്ഥാനത്ത് വിജയ് വരിക എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം വിജയ് ഒരു സുവിശേഷ പ്രചാര വേലക്കാരനാണ്. അയാൾ മതപരിവർത്തനത്തിന് വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അയാള് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും എല്ലാ സമയത്തും യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ പിടിച്ചുകൊണ്ടാണ് നടന്നത്.
അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ വളരെയധികം കൂടി. വളരെയധികം കൂടി എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നോ പറയും. പേര് മാറ്റേണ്ട ആവശ്യമില്ല. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട്, പേര് മാറ്റേണ്ട. അവിടെ പള്ളിയിൽ പോയാൽ മതി. അത് നമ്മുടെ ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലൊന്നും ഇല്ല. തമിഴ്നാട്ടിൽ നല്ലൊരു ശതമാനം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ മുഴുവനും വിജയിക്കാണ് വോട്ട് ചെയ്തത്. പിന്നെ ഇത്തവണ കുറെ മുസ്ലിങ്ങളും അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു കൺസോളിഡേഷൻ. അപ്പൊ കേരളത്തിലെ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മൊത്തം എന്മാസായിട്ട് UDF വോട്ട് ചെയ്തില്ലേ? BJPക്ക് വോട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടമ്പഴി മേടിച്ചു തരാമെന്നുള്ളത് പറ്റിച്ചു. അത് കാരണം ഇപ്പൊ മറ്റേ പോപ്പന്മാരും ബിഷപ്പന്മാരും എന്താ പറയുന്ന മെത്രാന്മാരും മൗലവിമാരും ഉള്ളിൽ ചിരിക്കുകയാണ് ഇപ്പൊ. ഇനിയിപ്പോ മൗലവി മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട തീർന്നു. പിന്നെ മൗലവി സതീഷ് അത് കൂടെ. പക്ഷെ തമിഴ്നാട്ടില് ഇത് ഓപ്പൺ ആയിട്ടാണ് നടക്കുന്നത്. ക്രിസ്ത്യൻ ജനസംഖ്യയാണ് അവിടെ ഉള്ളത് മുഴുവനും. അവരുടെ കൂടെ ചേർന്നിരിക്കുന്ന മുഴുവൻ തോൽ തിരുമാവളവൻ എന്ന് പറയുന്ന ആള്. അയാള് ക്രിസ്ത്യാനിയാണ്. അയാൾ ദളിതനാണെങ്കിലും അയാൾ ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. അയാളുടെ ചരിത്രം അറിയോ? അയാളുടെ അച്ഛന്റെ പേര് രാമസ്വാമി എന്നായിരുന്നു. അപ്പൊ ഞാൻ ഇയാളെ 98 പരിചയപ്പെടുമ്പോൾ ഇയാളുടെ പേര് രാമസ്വാമി തിരുമാവളം എന്നായിരുന്നു. അപ്പൊ കരുണാനിധി ഇയാളോട് പറഞ്ഞു, ഇയാള് രാമസ്വാമി എന്നുള്ള പേരൊക്കെ മാറ്റണം, അച്ഛന്റെ പേര് ഇത് ഹിന്ദു പേരാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അയാൾ പോയി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു. അന്ന് അയാളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. 94 95 വയസ്സായിട്ട് അയക്കുന്ന പാവ വയസ്സിന് പേര് മാറ്റി തോൽക്കാപ്പി എന്നാക്കി. അങ്ങനെയാണ് ഇയാൾ തോൽക്കാപ്പിയൻ തിരുമാവളവൻ. അതിന് ചുരുക്കം പേരാണ് തോൽ തിരുമാവളവൻ. പലരും എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് തോൽ കച്ചവടക്കാരനാണോ എന്ന്. അതെനിക്ക് അറിയാൻ പാടില്ല തോല് വിറ്റിട്ടുണ്ടോ എന്ന്. പക്ഷെ അതിപ്പോ ക്രിസ്ത്യനാണ് യഥാർത്ഥത്തിലേ. അപ്പൊ അയാള് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അയാൾ കൂടി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അയാളുടെ ആവശ്യം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആവണം. പിന്നെ അയാൾക്ക് ഒരു മന്ത്രി കൂടി വേണം. അതിൽ കൂടി 2 MLA-മാരുള്ള അയാളുടെ കൂടെ. രണ്ടുപേരെയും പ്രധാന പൊസിഷനിൽ അവരോധിക്കണം. പിന്നെ വിജയ് ഏതെങ്കിലും 2 മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അതിൽ ഒരു മണ്ഡലം അയാൾ വെക്കേറ്റ് ചെയ്യണം. വെക്കേറ്റ് ചെയ്യുമ്പോൾ ആ സീറ്റ് എന്താ പറയുക VCK കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. ഇപ്പൊ ഇന്നിപ്പോ എന്താ വിജയും തിരുമാവളവനും കൂടി ചർച്ച നടത്തും. അത് കഴിഞ്ഞ് ഉടനെ തിരുമാവളം പ്രഖ്യാപിക്കാൻ ഞാൻ വിജയുടെ കൂടെയാണ്. ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഇനി സംഭവിക്കുക? തിരിച്ചുവരവ് ഉണ്ടാവില്ല, ഉടനെ തന്നെ ഉണ്ടാവില്ല. കാരണം ഈ ഗവൺമെന്റ് ഭരിക്കും. 118 സീറ്റ് 119 സീറ്റ് വരെ ഒപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ഭരിക്കും. കാരണം ഈ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും തോൽ തിരുമാവളവനൊക്കെ ആദ്യമായിട്ടാണ് മന്ത്രിയാവാൻ പോണത്. കിട്ടുന്ന മന്ത്രിസ്ഥാനം അവർ കളയില്ല. അവരെങ്ങനെയെങ്കിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞ് മന്ത്രിസഭ പിടിച്ചു നിർത്താനേ നോക്കുള്ളൂ. അപ്പം 1 വർഷത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, സ്റ്റേബിൾ ആയിരിക്കും ഗവൺമെന്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ അസ്വാരസ്യമൊക്കെ തുടങ്ങാൻ പോണത്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞ ഇപ്പോഴും ഈ വിജയ് AIADMKയുടെ പിന്തുണ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ളത് ഒരു സമസ്യയാണ്. ഇനി അവര് തമ്മിൽ രഹസ്യ ഡീലിങ്സ് ഉണ്ടോ? ഈ കാലക്രമേണ ഇവരിപ്പോ കോൺഗ്രസും പിന്നെ ഇത് നമ്മുടെ VCKയും CPIയും CPM ഒക്കെ സപ്പോർട്ട് പിൻവലിച്ചാൽ വിജയ് എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു മറുപടിയാണത്. അപ്പൊ അത് എപ്പോ അത് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. AIADMK ആയിട്ടുള്ള സഖ്യം. ഇപ്പൊ മറ്റ് കോൺഗ്രസിന്റെ കാര്യമാണെങ്കിൽ നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലില്ലേ, ഇല്ലതൊന്നിട്ട് പുറപ്പെടുകയും ചെയ്ത് അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനിയിപ്പോ DMKയുടെ ഉള്ള ഇനി ആട്ടും തുപ്പും ഒക്കെ കൂടുതൽ സഹിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ പറയണം, പിന്നീന്ന് കുത്തി മുന്നീന്ന് കുത്തി സൈഡിൽ നിന്ന് കുത്തി കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കൊള്ളുമെന്ന്. ഇന്നലെ കുട്ടി കണ്ടതല്ലേ സ്പീക്കർക്ക് എഴുതിയേക്കണേ, ഞങ്ങൾ അവരെ അടുത്ത് മറ്റേ വഞ്ചകന്മാരാന്ന് പറഞ്ഞോണ്ട് സ്പീക്കർക്ക് എഴുതിയിരിക്കാം പാർലമെന്റില്. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം ഇപ്പൊ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റൂല. പിന്നെ സ്റ്റാലിനാണെങ്കിൽ ഈ ഞെട്ടലിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല, തോറ്റുപോയില്ലേ നിയമസഭാ മണ്ഡലത്തിലെ അയാള്. അപ്പൊ അതേപോലെ ഇപ്പൊ ഇനിയിപ്പോ മൂപ്പരും മറ്റേ ആയിക്കൂടി കമ്പനിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ചേട്ടത്തി മാത്രമേ ഉള്ളൂ. ഇതാരുടെ പേര് മമതാ ബാനർജി. അപ്പൊ അവരും ഇവരും കൂടി ഇനി ഒരുമിച്ച് നിൽക്കുമായിരിക്കും കുറച്ച് ദിവസം. ദ്രാവിഡ രാഷ്ട്രീയം എഴുതുള്ള ആളായിട്ടുള്ള എനിക്കത് പറയാൻ ധൈര്യമില്ല. കാരണം അവർ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന സ്റ്റാലിന് 14 സീറ്റോട്ടേ കിട്ടിയിട്ടുള്ളൂ 2011 തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് അവർ തിരിച്ചു വന്നില്ലേ? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മാർഗമുണ്ടോ? പിന്നെ DMKയും AIADMK ആയിട്ട് ഒരു ബന്ധം എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഇപ്പൊ ഇത് നോക്കിയത് കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യാപരമായ നീക്കമാണ് AIADMK സംബന്ധിച്ചിടത്തോളം. പക്ഷെ AIADMK ഇതിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ AIADMK ആത്മഹത്യ ചെയ്യാൻ നല്ലത്. കാരണം നേതാക്കന്മാരാരും ഇല്ല ആ പാർട്ടിക്ക്.
എടപ്പാടി ഒരു യാതൊരു പ്രയോജനമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത ഒരു പാവം രാഷ്ട്രീയക്കാരനാണ്. ഗൗണ്ടർ സമുദായത്തിന് അയാൾ അപമാനമാണ്. ഗൗണ്ടർ എന്നൊക്കെ പറഞ്ഞാൽ വാരിയർ ക്ലാസ് ആയിരുന്നു, യുദ്ധം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. നമ്മുടെ സന്ദീപ് വാര്യർ അല്ല, മറ്റേ യുദ്ധം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ BJPക്ക് അതുപോലെ രക്ഷപ്പെടാൻ മാർഗം അണ്ണാമലയെ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ പറ്റുള്ളൂ.